ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ ഓടുന്നു ഗൈസ്. അന്നെന്ന് വെച്ചാൽ നമ്മൾ ലേഹ അടിച്ചുകൊണ്ട് സോമ്പിൽ നടിയിട്ടാണ് ചത്ത് കഴിച്ചത്. ലേഹ അടിച്ച കാരണമാണ് ഗൈസ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു ഗൈസ്. നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. സബ് ചെയ്യുക എല്ലാവരും. നമ്മളെ വസ്തുത്തെ പശുവിനെ എല്ലാം കൊല്ലുണ്ട്. മസ്റ്റ് നമുക്ക് ആടിനാണ് കൊല്ലുണ്ട്. അന്നത്തെ വഴി നമ്മൾ പണ്ടത്തരം നടന്നില്ല. നേരെ രാത്രിയാണ് വരെ ഓരോന്ന് നടന്നില്ല. നമുക്ക് വേഗം വുഡ് എടുത്താണ്ട് ആടിന് തപ്പാൻ പോകാം. ആടിന് തപ്പാൻ പോയിട്ട് നോക്കാം. ഏതായാലും മഞ്ഞാലത്ത് നമ്മൾ എത്തിയാണ്. മഞ്ഞാലത്ത് നമ്മൾ ഉപയോഗിച്ചാണ് ആട് ചിലപ്പോൾ ഉണ്ടാവില്ല. മലാട് ഇല്ലേ, അതൊക്കെ ആകാനാണ് സാധ്യത. മലാട് കള്ളാനാണ് സാധ്യത. ഈ മഞ്ഞാലത്ത് അധികം നിൽക്കണമെന്നും ശരിയല്ല ഗൈസ്. കാരണം ഏത് ഭാഗത്താണ് കെണിയില്ലെന്നാണ് പറയാറില്ല. മഞ്ഞാലത്ത് ഒരു ഇതുണ്ട്, ഒരു പ്രശ്നമുണ്ട്. आप यहाँ गेस्ट रूम में इंतजार कर सकते हैं। नहीं, मैं उनके रूम में इंतजार करूँगा। आइए, मैं कमरा दिखाती हूँ। ठीक है। ആടനൊന്നും കാണാനല്ലോ. പന്നിയുണ്ട്. പന്നി വെച്ചിട്ടെന്താ നമുക്കില്ല. പിന്നാലാണെന്നാ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതിനണങ്ങിക്കാതെ പറഞ്ഞു ഒരു അടിപൊളി കിട്ടി കത്ത്. ഒരാട് നാട് അങ്ങനെ കളിച്ചിട്ട് കളിച്ചിട്ടാലും മതി. വേറെ ആട് എവിടെ? സ്കെൽറ്റനൊക്കെ ആണല്ലോ. ഞാൻ സ്കെൽറ്റൻ്റെ സൗണ്ട് കേൾക്കുന്നു. हाँ, वो आपके कमरे में इंतजार कर रहा है।
ഇവിടെ എന്ത് ഫുള്ള് മഞ്ഞാലുള്ളൂ. ക്രിസ്മസ് കാരണം ആയതുകൊണ്ടാണോ? ക്രിസ്മസ് ഒക്കെ കഴിയാനായില്ലേ? വേറെ ആടിനൊന്നും കാണില്ലല്ലോ. നൈറ്റ് ഇപ്പം ആവുമല്ലോ. വന്ന സ്ഥലം തന്നെ ചുറ്റി കറങ്ങാണോ എന്നൊരു ഡൗട്ട്. ഒരാടിന് പോലും കാണാനൊന്നുമില്ല. ഈ തണുപ്പായിരുന്നാണ് ഈ രക്ഷപ്പെടാനും പറ്റുന്നില്ല. തണുപ്പാർത്ത് കൊണ്ടും കുച്ചിക്കൂടെയൊക്കെ പോകണം. ഉള്ളവരാ പോകണം. കൊണ്ടും കുച്ചിക്കൊക്കെ റൂമിങ് റീഫണ്ട് എന്തെങ്കിലുണ്ടെങ്കിൽ ചത്തുമാണ് ചത്ത്. എന്നാലും ഈ മഞ്ഞാറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ മഞ്ഞാറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രാത്രിയാവുകയും ചെയ്യും. സോംബികളും കാര്യങ്ങളും നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ആത്മർ വീണ്ടും പോയി. എന്താ പട്ടിയാണ്. ഒരാടല്ലേ പക്ഷേ കോഴിയുണ്ട്. കോഴിയെ കണ്ടിട്ട് എന്താ കാര്യം? ഇത് എവിടെ നോക്കിയാലും തണുപ്പാലാണല്ലോ. എവിടെ തിരിഞ്ഞാലും തണുപ്പാലം. തണുപ്പാലം നിന്ന് തരുമുണ്ടല്ലോ. ഇനി തണുപ്പാലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇതേമാതിരി ആടിന് പ്രശ്നമാണല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ കാപ്പി ആടാൻ എന്തെങ്കിലും ഒരാടിനും കാണില്ല. ആട് പറഞ്ഞത് ആവശ്യമില്ല. നേരത്തെ ഒരൊറ്റ ആടിന് ഈ ഒരു ഭൂലോകത്ത് കാണൂല. നമുക്ക് തിന്നാല് ഫുഡ് നമ്മളെ നൈറ്റാവാനായല്ലോ. നമ്മൾ പെട്ടു ഗൈസ്. നൈറ്റായും ചെയ്തു. അതേമാതിരി ഒരു ഒറ്റ ആടിന് പോലും ഇപ്പോൾ കിട്ടണമില്ല. എന്ത് ചെയ്യുക? നമ്മൾ പെട്ടല്ലോ ഗൈസ്. പെട്ട് മഞ്ഞാലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു കുഴിയിൽ ഞാൻ ഒളിച്ചിട്ടുണ്ട്. നേരം കൊടുത്തിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ ഗൈസ്. ഞാൻ കുഴി മൂടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ നേരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ സ്കെൽറ്റന് പോയിട്ടില്ല. ഇത് ആ മഞ്ഞാലത്തുള്ള സ്കെൽറ്റനാണ്. അതിലൊന്നും അടിയിട്ട് പോയിസണൊക്കെ വരും. പോയിസണൊക്കെ വരും.
പോലീസിന് അങ്ങനത്തെ കിട്ടും. ഓ അതാ നമ്മളെ സ്ഥലത്താണ് അവിടെ നമ്മൾ സാധാ നമുക്ക് ഓടി രക്ഷപ്പെടാം. നമുക്ക് ആടിനെ ഇട്ടിയാൽ മതി. ആടവിടെ നേരെ ആടിനെ ഇട്ടിയാൽ എനിക്ക് കുറച്ചൊന്ന് ആടിനെ കാണില്ലല്ലോ. ചെറീസ് ഉണ്ട്, ചെറീസ് എടുക്കാം നമുക്ക്. കാര്യം നമുക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇനി മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല. ആടിനെ മാത്രം കൊന്നാൽ മതി. വില്ലേജ് കിട്ടുമ്പോൾ വില്ലേജിൽ ഓരോ ദിവസം അവിടെ വെച്ചിട്ടുണ്ടാകും നമുക്ക് ആവശ്യമില്ല ഫുഡ്. വീണ്ടും ലേഖ അടിച്ച് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇതിൽ ലേഖ അടിച്ചാതെ കടി എങ്ങനെയും മുഴിച്ചാൽ മതി. ഇനി അത് ലേഖ അടിച്ചാൽ തന്നെ നമ്മൾ സോംബിയിൽ അടിയിട്ടാണ് നമ്മൾ ചത്തുള്ളത്. ചോദിനായാൽ മതി കളി. നമുക്ക് നേരെ സ്റ്റോറേജ് ബോക്സിൽ വാങ്ങാനായിട്ട് അത്രമാത്രം ഒരു സ്റ്റോറേജ് ഒന്നും ആയിട്ടില്ലല്ലോ. എന്ത് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഈ മരത്തിൻ്റെ ഇത് കുഴിച്ചെന്തിനടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇന്നത്തെ മരമില്ലാത്ത സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വില്ലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മരം കുഴിച്ചിട്ടാണ് നമുക്ക് വീട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഇത് നല്ലൊരു ഇതാണ്. ഭാഗത്തൊക്കെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വെള്ളത്തിലടിക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാം. എന്താ രസം കാണാൻ വെള്ളത്തിലടി. പക്ഷെ അതിന് നേരം വെള്ളത്തിലടി നിൽക്കുന്നതും സേഫല്ല. ആടാടെ പോയി കഴിച്ചു. ആടാടൊന്നും ഒറ്റൊന്നും കിട്ടുന്നില്ല. ആകെ ഒരു കറുത്ത ആടിനെ കിട്ടി. വേറെ ഒറ്റ ആടും പോലും കിട്ടണില്ല. അല്ലെങ്കിൽ ആടിൻ്റെ രോമം കിട്ടിയാൽ കിട്ടിയാൽ മതി. ഈ പട്ടികളെ കടിച്ചാണ് അതിന് ഇതിൽ നായ്ക്കുട്ടികളൊക്കെ ഉണ്ടല്ലേ, ഡോഗുകളൊക്കെ ഉണ്ട്. ഓടി കടിച്ചു നിന്നാൽ ഉണ്ടോ കാണില്ല. നമുക്കിതിൽ ഫാസ്റ്റ്ഫുഡൊക്കെ സെറ്റപ്പായിട്ട് ഡോഗിനൊക്കെ നമുക്ക് ഇതാവണം. പക്ഷേ അത് ചെറിയ പ്രശ്നമുണ്ട്. ഈ ഡോഗിനെ കൊണ്ടുവന്നാൽ ഓല ഒച്ചമൂടി കേൾക്കേണ്ടി വരും. പിന്നെ ചില നേരത്തെ നമുക്ക് പണി എടുക്കാനൊരു സുഖം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരിതുണ്ടാവില്ല. അത് നമ്മളെ കാലോട്ട് പോകാൻ നടക്കും. അപ്പോൾ വീടുണ്ടാക്കണ നേരത്തെ കാലോട്ട് വണ്ടി പോകാൻ നടക്കുന്നത് ഇതല്ല ആയിപ്പോയി. മഞ്ഞാലത്ത് പോണ്ട. ഇനി വരുന്ന മഞ്ഞുകാലത്താണോ? മഞ്ഞുകാലം ഇഷ്ടമല്ല. മഞ്ഞുകാലം ഇഷ്ടമില്ലാത്ത കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓ
മൈ ഗോഡ്. ഇവിടുന്ന് ഇങ്ങനെ താഴത്ത് കറങ്ങും. ചെറിയ ഡാമേജ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. വലിയ ഡാമേജ് കിട്ടുമ്പോഴാണ് നമുക്ക് പേടി. നമുക്ക് വലിയ ഡാമേജ് ഒന്നുമല്ല പേടി. ഒരു പശുവിനല്ലാത്ത ആടിനെന്താ കിട്ടാത്തത്? ആ പശു അവിടെ നിന്ന് വന്നോണ്ട് പശു ഫസ്റ്റ് തള്ളിക്കൊന്നത്. ആടിനെ കിട്ടില്ലല്ലോ കൈ. അൽഹംദുലില്ലാ. ചെയ്ത് കളറായാലും വേണ്ടില്ല, നമുക്ക് കളറാക്കി എടുക്കാം. നമുക്കിവിടെ ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുള്ള് കറുപ്പാട്ടണമെന്നുണ്ടെങ്കിൽ കറുത്ത ബെഡ് ഉണ്ടാക്കാം. ഈ ഭാഗത്തോടെ പോയാൽ എങ്ങനെ കയറാം? ഈ ഭാഗത്തോടെ എങ്ങനെയും കയറേണ്ടി വരും. പക്ഷേ മുകളിലൊന്നും സ്പോണാവുന്നില്ല ആ ഭാഗത്തൊക്കെ. ഓ ലേഖടിച്ച് നോക്കിയാ സ്മോളൊക്കെ സ്പോണായണ്ട്. ഓർക്ക് അറ്റാക്ക് കിട്ടാനായിട്ട് നോക്കിയാ ഇതിവിടെ പോണ സേഫല്ല. അത് മാത്രമല്ല ലേഖടിച്ചതുകൊണ്ട് ലേഖടിച്ച് നോക്കിയാ സേമാതിരി ലേഖടിച്ചതിനാണ് നമ്മൾ ചത്തത്. അങ്ങനെ ഒരാട്. പക്ഷേ കറുത്ത ആടെങ്ങനെ ആക്കി, കറുത്ത തോലി ഇങ്ങനെ ആക്കട്ടെ. കറുത്ത കളറാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മഞ്ഞപ്പൂ കിട്ടുകയാണെങ്കിൽ ഒരു മഞ്ഞപ്പൂ ഇഷ്ടംപോലെ ഒരു 3 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ചുവപ്പ് ബെഡാക്കാം അല്ലേ? വേഗം ഉണ്ടാക്ക്. ഈ സോംബികളെ അറ്റാക്ക് കിട്ടുമ്പോൾ മിക്കവാറും ഇപ്പം കിട്ടും. ബെഡ് സെറ്റായി. കളിച്ചില്ലേ വേഗം ഉറങ്ങും. രാത്രിയൊക്കെ അയക്കുന്നത് രാത്രിയൊക്കെ സ്മോണില്ല നമ്മൾ തൊട്ടടുത്ത് എവിടെയും. ഞാൻ വിചാരിച്ചു ചത്ത് വിചാരിച്ചു ഞാൻ നൈറ്റ് ആയതുകൊണ്ടേ
നൈറ്റായപ്പോൾ സോംബിയും ക്രീപ്പറുകളൊക്കെ സ്പോൺ അതുണ്ടാവും. ക്രീപ്പർ ഉണ്ടാവും. മറ്റേതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പറിന് നമുക്ക് പേടിച്ചിട്ട് ആവശ്യമില്ല അറിയാം. കാരണം നമ്മൾ ഡെഡായി കഴിഞ്ഞാൽ നമ്മൾ വുഡ് വരുമ്പോൾ കേൾക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഡെഡായത് തന്നെ. നമുക്കിപ്പോൾ ഒരു വില്ലേജ് എങ്ങനെയും കണ്ടെത്തണം. എന്താണ് പന്നിക്കുട്ടിയെ വരാം. ഇത് ഒറ്റൊരു കാപ്പി കളറിലൊരു സംഭവമായിട്ട് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ. ഈ ഒരു സാധനം കണ്ടപ്പോഴൊക്കെ എന്തായാലും നോക്കില്ല, ഒന്നും പറയില്ല. നമുക്കിപ്പോൾ നേരെ നമുക്ക് വില്ലേജ് ഉണ്ടാക്കാൻ പോകും. നമുക്ക് അതിൻ്റെ മോന്ത നോക്കാൻ കണ്ട ഒരു അയൺ ഇട്ടാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു അയൺ ഇട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ എടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ ബെഡ് ഉണ്ടല്ലോ, ഇനി നമുക്ക് പേടിച്ചിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. പക്ഷെ ലേക്ക് അതാണ് നമുക്ക് പേടിച്ചേണ്ടത്. ലേക്ക് അടിച്ചുമ്പോൾ ഏതൊരു സോംബിയോ ക്രീപ്പറോ ഒന്നും വരത്തില്ല എന്നതിന് ഒരു കോള് വശത്തെ കോള് ഇത് മൈൻഡ് ചെയ്ത് പോകുന്നതല്ല കേട്ടോ. ഇത് നേരെ കേൾക്കാവരുതേ. വലിയ പറയാൻ പറ്റില്ല. ചില നേരത്തെ നമ്മൾ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ മങ്ങിയിട്ടാൽ പോലും ചിലപ്പോൾ തന്നെ കേൾക്കും. അതിനെനിക്ക് അനുഭവം ഉണ്ടായാണ് ഞാൻ പറഞ്ഞത്. കേസ് ഞാൻ ആഫർ ഇതിൽ കളിച്ചിട്ടല്ല കേട്ടോ. ഇന്നത്തെ ഇതിൽ കളിച്ചിട്ടല്ല, നമ്മളെ സാധാ ഇതിൽ കളിച്ചിട്ട് ഡെഡായാലും നമുക്ക് വീണ്ടും ലൈഫിലത് ഹൈലായപ്പോൾ ഞാൻ ഇതേമാതിരി ചെറിയൊരു കുഴി ചെയ്യുന്നു. വേറൊരു അധികം വലിയ കേവല്ലെങ്കിലും ഒരു ഏകദേശം ഒരു ഒന്നും അറിയില്ല, കാണുന്നില്ല. ഈ ഒരു കോടാലി പൊട്ടുന്നവരെ നമുക്ക് മൈൻഡ് ചെയ്യാം. പിന്നെ ഈ മഴ ഇത് നമുക്ക് പ്രശ്നമാണ്. കഴിച്ചത് ഹാസ്പിറ്റലിലും പ്രശ്നമാണ്. നൈറ്റാവണം ചോദിച്ചാൽ അറിയില്ല. പെട്ടെന്ന് നൈറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം കുറച്ച് കൂടി മുട്ടിയുണ്ട്. ഈ ഭാഗത്തോടെ ഒരു അയൺ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ബെഡായി കഴിഞ്ഞപ്പോൾ ആടിൻ്റെ കുട്ടീനൊക്കെ കാണുന്നുണ്ട്. അല്ലാത്തപ്പോൾ ആട് പോയിട്ട് ഒരു ആടിൻ്റെ കുട്ടീനും പോലും കിട്ടൂല നമുക്ക്. അപ്പോൾ നോക്കിയാൽ ആടിൻ്റെ കുട്ടീനെ കാണുന്നു. ആടിനെ കണ്ടിട്ടില്ല. ആടിനൊക്കെ നമ്മൾ കൊണ്ടു കഴിഞ്ഞാണ്ട് അതിന്
ഞാൻ വിറ്റാക്സ് ഉണ്ടാക്കണം. എനിക്കാണോന്നൊരു ഡൗട്ട്. അതന്നെ ഇത് പേരാണ് ഇല്ലല്ലോ പിന്നെ വേണ്ട ടേസ്റ്റ് പത്തണമെങ്കിൽ ആകെ രണ്ടായണി എൻ്റെ ഈ കാണുന്നതൊക്കെ ഭാഗത്തൊക്കെ നല്ല അയൺ ഉണ്ടാവണതാണ്. ഓക്കെ, ഒരു അയൺ പോയിട്ട് കോപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. കോപ്പറും ഗോൾഡും പെട്ടെന്ന് കിട്ടും. അയണൊക്കെയാണ് പെട്ടെന്ന് കിട്ടാത്തത്. നിങ്ങളതിൽ ഇത് കുറച്ചുകൂടി ചെറുക്കി ആയതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ അയൺ ഫാമൊക്കെ ഉണ്ടാക്കില്ല. അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിയുമ്പോൾ എന്തെങ്കിലും മൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ആക്കുമ്പോൾ ആ ഭാഗത്തുണ്ടാവും ഇഷ്ടം പോലെ അയൺ. നമ്മൾ വിചാരിച്ചു ഞാൻ കുറച്ചൊക്കെ ഇത്രയും ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ കാഴ്ച കാണുന്നത് ചില വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല. മനസ്സിലാവില്ലെങ്കിൽ ക്ഷമിക്കുക. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. കാരണം മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിലല്ലേ, മൈക്കൊന്നും നമ്മുടെ കയ്യിലില്ല. എയർഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതാണ്. എന്താ ഫുള്ളും കോപ്പറല്ല ഇത് എമറാൾഡ്. ഇന്നത്തേൽ നമുക്ക് എടുക്കാൻ ചോദിച്ചു നമുക്കൊരു അയണോളും കിട്ടണം. നമുക്ക് ഒരു അയണോളെങ്കിലും കിട്ടണം. ഒരു അയണെങ്കിലും കിട്ടണമെങ്കിൽ വിറ്റാക്സിൻ്റെ കാര്യം അയണിൻ്റെ വിറ്റാക്സ്. പക്ഷെ അയണാണ് കിട്ടാത്തത്. നോക്കുന്ന സംബന്ധിച്ചൊരൊറ്റ അയൺ പോലും കാണില്ല. അയൺ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അയണും മുഴുവനൊക്കെ ഇഷ്ടം പോലെ അവിടെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ ഒരു അയണും കാണില്ല. ഇന്നത്തെ സെൽസ് നല്ലോണം ഉണ്ടാവണതാണ്. ഇന്ന് എന്ത് പറ്റിയാവുക ഒരൊറ്റ അയൺ പോലും കാണില്ലത്തോടെ. പിന്നെ അയൺ കാണുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യും വേണം. ചിലപ്പോൾ നേരെ കേവ് സെറ്റൊക്കെ കൊഴിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇതും പ്രശ്നമാണ്. അതുകൊണ്ടിരിക്കുക അവിടെ നിന്നൊക്കെ അതെല്ലാം തന്നെ കാണൂല. പക്ഷെ നമുക്ക് വരുള്ളൂ വെച്ചാൽ ഏതൊരു അയണം പോയി കാണില്ല. വേസ്റ്റ് എന്താ ഏകദേശം ഇത്ര ഉയരുന്നുണ്ട്. ഈ ഒരു മാർക്ക് കാണുന്നത് ഇതാണ് പ്ലസ് വാഷ് അല്ലേ. ഈ ഒരു ഉയരുണ്ട് ഇനി നമ്മളെ മൈൻഡ് ചെയ്തപ്പോൾ ഏകദേശം ഒരു മലൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടാണ് ഇത് പരന്ന സ്ഥലമായിരുന്നു. മാറ്റാറ് കല്യാണം മാറ്റിയപ്പോൾ നേരെ കേക്ക് പോയി. ഒരു ചെറിയൊരു കേവ് ഈ ഭാഗത്ത് പോയപ്പോൾ ചിലപ്പോൾ അയണും ഉണ്ടാവും, സോംബി സ്കെൽട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൈറ്റായോ എന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ കടന്നുറങ്ങി പറയാം. അല്ല എത്ര അയൺ കിട്ടി? രണ്ടയണായിട്ട് കാര്യമില്ല, 3 അയണാണ്.
ഓക്കെ, നമ്മളെ രണ്ടാമത്തെ നൈറ്റും കഴിഞ്ഞു. എമറാൾഡ് കഴിച്ചു. എമറാൾഡ് ഒരു അയൺ കിട്ടിയാൽ മാത്രം മതി. ഒരു അയൺ പെട്ടെന്ന് കിട്ടും പ്ലീസ്. ഒരു അയൺ പെട്ടെന്ന് കിട്ടും പ്ലീസ് 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 പ്ലീസ്. കോപ്പറുണ്ട്. കോപ്പർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കോപ്പറൊക്കെ ഒരു കോപ്പറേറ്റ് മൈൻ ചെയ്താൽ ഇത് കിട്ടും അറിയില്ലേ, എമറാൾഡ് കിട്ടും അറിയില്ലേ. എന്നിട്ട് അതിന് കോപ്പർ എടുക്കാത്തത്. കോപ്പറേറ്റ് ഇത് എമറാൾഡ് മൈൻ ചെയ്യാൻ പറ്റുന്നത് കമൻറ്റ് ചെയ്യേഷങ്ങൾ. ഞാൻ നോക്കിയിട്ടില്ല ധൈര്യമായിട്ടും. കുറേ സൈഡ് മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് ഞാൻ കോപ്പർ